ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇടയിരുന്ന് വള്ളി വീണമെന്ന് ചോദിച്ചു. പുലർച്ചെ നല്ല ഇപ്പോൾ സമയം 4:20 കേട്ടോ. പുലർച്ചെ 4:20. ഞാൻ എന്നൊരു 3:30 ആകുമ്പോൾ എണിച്ചിട്ടുണ്ടാവും അല്ലേ? ഏനിപ്പിച്ചു 3:30 ആകുമ്പോൾ ഈ മനുഷ്യനെ ഏനിപ്പിച്ചു. അങ്ങനെ നല്ല ഉറങ്ങിയിട്ടില്ല. ഹലോ, പുലര് പോവാ? ഷെബിയില്ല? ഷെബില്ല, നേരം നാളെ പോവാ. ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. വേഗം നിന്റെ ചീടാണ്ടിയോ കൊണ്ടുപോണില്ലേ? കുഞ്ഞിൻ്റെ അടുത്ത് ചീട്. കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോയി വന്നു. ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ക്ഷണിക്കാത്തൊരു കല്യാണത്തിന് പോയി. സദ്യ കഴിച്ചില്ലെങ്കിലും കല്യാണം കൂടാൻ പറ്റിയില്ല. അത് മതി അല്ലേ? അതിനൊക്കെ കൂടി 15 കല്യാണത്തോളം ഞാൻ തിന്നുണ്ട്. അതിനൊക്കെ കൂടിയിട്ട് വന്നു. ആ എല്ലാവരും കല്യാണത്തിന് നിൽക്കാം. ശോഭിനുണ്ടാ? ആ ആരുണ്ട്? ആരുടെ? കുണുക്കിനെ കല്യാണത്തിന് പോലെ ഏറ്റവും സന്തോഷമായിട്ട് സുരേഷ് ശോഭിനെ കാണാൻ പറ്റി. ആ കുണുക്ക ആരിനെ കാണാൻ കുണുക്ക ഹാപ്പി ആയിരുന്നോട്ടെ. സുരേഷ് ശോഭി കാണടാ. അങ്ങനെ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ ക്ഷണിക്കാത്ത ഒരു കല്യാണത്തിന് പോയി ഭഗവാന്റെ മുന്നിൽ താലി ചാർത്തണ കല്യാണം. അതൊരു കുറെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് അറിയാലോ, അന്നത്തെ ഞങ്ങൾ വന്നാലും ശ്രമിച്ചു. പക്ഷെ പക്ഷെ പിന്നെ മാളയുടെ കല്യാണം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോവാൻ അപ്പം അന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു, കാളിദാസന്റെ കല്യാണം എങ്ങനെയും മുൻകൂട്ടിയിട്ട് അറിയാണെങ്കിൽ പോവും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി കല്യാണം കണ്ടു. നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് കാണാൻ പറ്റി. താലി ചാർത്തുന്നത് കാണാൻ പറ്റി, അവരവിടെ കൂടെ പോണത് ഒക്കെ കാണാൻ പറ്റി. അതിലുപരി കുണുക്ക ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒരുപാട് വർഷമല്ല ഒരുപാട് നാളായിട്ട് കുണുക്ക ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു സുരേഷ് ഗോപിനെ കാണുന്നത്. കുണുക്കിന് ഓരോരുത്തർക്കും ഓരോ മനസ്സിൽ ഓരോരുത്തരോട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവന് സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സുരേഷ് ഗോപിനെ കാണാൻ പറ്റി. സുരേഷ് ഗോപിയുടെ ഭാര്യ കുണുക്കിന് ടാറ്റ കൊടുത്തു. അതൊക്കെ ഒരു സന്തോഷമുണ്ട് നമുക്ക്. അതൊക്കെ നമുക്കൊരു സന്തോഷമില്ല. എല്ലാവരെയും കാണാം. അപ്പൊ പാർവതിനെ കാണാനും ജയറാമിനെ കാണാനും കാളിദാസനാണ് എന്തൊരു ക്യൂട്ടാ. ചെറിയ കുട്ടി, ഒരു കുഞ്ഞു കുട്ടിയുള്ള ശാന്തി തോന്നുന്നു കാളിദാസനാണ്. ഫേസൊക്കെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഏതോ ഒരു കുഞ്ഞു കുട്ടിയുടെ തോന്നും. അങ്ങനെ അത്രയും അവൻ്റെ ആ ഏജൊന്നും അവന് തോന്നിക്കുന്നില്ല. നല്ല ഏജ് തോന്നിക്കില്ല. ഉദ്ദേശിച്ച ഏജ് എത്രയാണെന്ന് നമുക്കറിയില്ല. പോയിപ്പോയി കണ്ട് ഇതൊരു ക്യൂട്ടാ കാണാൻ. എല്ലാം കൊണ്ടും കണ്ണ് നിറഞ്ഞു. 32 വർഷമായിരുന്നു. 93-92 മുതലാണ് ജയറാമിന്റെ കല്യാണം കഴിഞ്ഞ്. 32 വർഷം എന്ന് പറഞ്ഞു. ഒരു 28-29 വയസ്സൊക്കെ ഉണ്ടാവും സുരേഷ് ഗോപിയുടെ മൂത്ത മോനോട് പോയി ചോദിക്കുന്നുണ്ട്. കൂട്ടുകാരൻ്റെ കല്യാണം, കൂട്ടുകാരനല്ല അനിയനാണ്. അവൻ എന്നേക്കാൾ 2 വയസ്സിന് താഴെയാണ് സുരേഷ് ഗോപി. എന്നേക്കാൾ 2 വയസ്സിന് താഴെയാണ്. കല്യാണത്തിൽ കൂടി സന്തോഷമായി. എൻ്റെ ഒരു സഹോദരൻ്റെ കല്യാണത്തിൽ അങ്ങനെ മീഡിയയിൽ പറയണായിട്ട് കേട്ടാ. സത്യം പറയുമ്പോൾ അതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ആ ഇതില്ലേ ആ സൈഡിൽ വെച്ചിട്ടാ നമ്മളവിടെ ഉണ്ട്. എന്നാലും എന്താ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സത്യം പറഞ്ഞ രാത്രി നേരം വൈകി തുടങ്ങി നേരത്തെ എണിച്ച് പോകാൻ കാരണം നടക്കാറില്ല. പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് പുലർച്ചെ എണിച്ച് ഗുരുവായൂർ പോകണം എന്നുള്ളത്. സെറ്റ് മുണ്ട് എടുത്ത് പോകണം. അപ്പൊ ഇന്നലെ തുളസിക്കതിര് വെച്ച് തുളസിക്കതിര് ഉള്ളിലുണ്ട് കേട്ടാ. മുല്ലപ്പൂ വേറെ ഒരു 120 രൂപയുടെ മുല്ലപ്പൂ 4 കൂടി വെച്ച് 60 രൂപ 2 മേടിച്ച് കുണിക്ക് കാർത്തുപോയ പൊന്നു ഞാൻ വെച്ചിട്ടാ. പൊന്നിന് കുഞ്ഞിന് വരാൻ പറ്റുന്ന സമയം കുഞ്ഞില്ല. ഞങ്ങൾ അങ്ങനെ രാവിലെ ഒരു 3:30 എണീച്ചു, കുളിച്ചു, അങ്ങനെ പോയി. കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചു. കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ദിവസം. ഇതൊരു ആഗ്രഹമായിരുന്നു. ഭംഗിയില്ലേ? എനിക്ക് സാരിയൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ കുറേ ഈ സെറ്റ് മുണ്ട് ഇഷ്ടമില്ലാണ്ട് ഞാൻ ഉടുക്കാണ്ടിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സെറ്റ് മുണ്ട കൊടുത്തപ്പോ ഭംഗി തോന്നുന്നുണ്ട്. ഞാന് കുട്ടിക്കാരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം കയറുപന്നമ്മേന്. കയറുപന്നമ്മയുടെ ലുക്ക് തന്നെ വളരെ കൂടുതൽ ഇഷ്ടം. നല്ല ശ്രീവിദ്യ അതിനോടൊക്കെ ഇഷ്ടം. അപ്പൊ എനിക്ക് തടിയുള്ള പ്രകൃതി ഞാൻ അന്നും ഇഷ്ടം. പക്ഷെ കുറച്ചേ പറ്റൂലോ അങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ശ്രീവിദ്യയുടെ ഒക്കെ സിനിമയിൽ. ശ്രീവിദ്യയുടെ ആ ഒരു തടി ഒരു ഭംഗിയായിരുന്നു അല്ലേ? അതുപോലെ നമ്മളുണ്ടാവുന്നല്ല അതുപോലത്തെ ഒരു ഭംഗി നമുക്ക് ഇഷ്ടപ്പെടും.
ഒരു പ്രേജൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൗന്ദര്യത്തിനോട് നല്ല ഇഷ്ടം തോന്നാം. എനിക്ക് 2-3-4 ജാക്കറ്റ് അടിക്കണം, അധികം വിലയില്ലാണ്ട് കളർ ജാക്കറ്റ് അടിക്കണം. പക്ഷെ ജാക്കറ്റിന് അടിക്കൂലി ഭയങ്കരമല്ലേ നമ്മൾ അടിക്കണോടത്തൊക്കെ. അപ്പോൾ സാധാരണക്കാരും നന്നായി അടിക്കണമെങ്കിൽ അവിടെ കൊടുത്തിട്ട് ഒരു 3 ജാക്കറ്റ് അടിച്ച് അതിന് മാച്ചിലാണ് പറഞ്ഞ മാതിരി എണ്ണ തേച്ച് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്ന് തുളസിക്ക് അതിനൊക്കെ വെച്ച് സുന്ദരിയായിട്ട് നിൽക്കണം. എന്തായാലും പ്രശ്നമുണ്ട്. ഒന്നുമില്ല, പറഞ്ഞു മാത്രം. അങ്ങനൊന്നും പറഞ്ഞു മാത്രം. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അല്ലല്ലേ. അല്ല എനിക്ക് ഇഷ്ടായിട്ടാ സെറ്റുമുണ്ടിക്ക് ഇഷ്ടായി. ഞാൻ ഉടുത്തിട്ട് നല്ല ഭംഗി. എനിക്ക് നല്ല ഇഷ്ടമാണ് സെറ്റ് മുണ്ട്. ആ മാതിരി എണ്ണ പിന്നെ തേക്കണില്ല, എണ്ണ തേച്ച മുടി അതിലൊരു തുളസിക്കതിര അതൊക്കെ വെച്ച് നല്ലപ്പോ 2 കുറിയിട്ട് കുങ്കുമട്ട് സൂപ്പറാണ്. ഞാൻ അങ്ങനത്തെ ലുക്ക് ഇഷ്ടം. പൊട്ടുകുത്തി കുങ്കുമൂത്തി ഇങ്ങനെ ലുക്കിലാണ്. നമ്മളെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് രാധികനെ എപ്പോഴും പട്ടുസാരി ഉടുത്ത് കുങ്കുമം കുറിയൊക്കെ തൊട്ട് കാണാൻ ഇഷ്ടം. അതേപോലെ ഞാനും അങ്ങനെ കാണാൻ ഇഷ്ടം കൂടുതലല്ലേ. സുരേഷ് ഗോപിനെ നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗി രസമാണ്. അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാം തോന്നുന്നു സുരേഷ് ഗോപി തടിയില്ല. എന്തൊക്കെ നിറം പോകും. നമ്മൾ പറയും ഇങ്ങനെ സ്വർണത്തിന്റെ നിറം എന്ന് പറയില്ലേ, ശരിക്കും അതാണല്ലേ. പാർവതി ശരിക്കും തോന്നുന്നു വീഡിയോയിൽ അത്രയ്ക്ക് ഭംഗി കിട്ടണില്ല എന്ന് തോന്നുന്നു. നേരിട്ട് കാണാൻ ഒരു ഭംഗി വീഡിയോയിൽ ഇല്ല പാർവതി കാണാട്ടോ. പാർവതി നമ്മളെക്കാൾ എത്രയൊക്കെ വയസ്സിന് മൂത്താൾക്കാരുടെ സിനിമ നടന്മാരെ പറഞ്ഞു പോണതാണ് കേട്ടോ. ജയറാമേട്ടനായാലും സുരേഷേട്ടനായാലും എല്ലാവരും അടിപൊളിയാണ്. പേര് പറഞ്ഞിട്ടല്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളങ്ങനെ പറഞ്ഞു വരും. മമ്മൂട്ടി, മോഹൻലാൽ പറഞ്ഞ് ശരി എത്ര ചെറുകുട്ടികളായാലും അങ്ങനെ. ഇപ്പോൾ ഉണക്ക് സുരേഷ് ഗോപിനാട്ടില്ല, സുരേഷ് ഗോപി പോയിട്ട് അവന് എന്തോന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടം കൊടുക്കല്. എന്നിട്ട് എന്നോട് എനിക്കൊന്നും തൊടാൻ പറ്റിയില്ല. എന്തുകൊണ്ടാന്നല്ല ഇത്രയും ആൾക്കാർ വേഷം കെട്ടായിരുന്നു. സുരേഷ് ഗോപിനെ കണ്ടു നോക്കിയതുകൊണ്ട് കാട്ടു കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു സ്വഭാവം അറിയുന്നത്. വെച്ചാൽ പുലർച്ചെ 4 മണി മേടിച്ച് കുളിപ്പിച്ചോണ്ടെങ്കിൽ ഒരു ശീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിനെ കണ്ടിയെന്ന് ഓർത്തപ്പോൾ കുട്ടി ഹാപ്പി, ഞാനും ഹാപ്പി. കാറിൽ പോകുമ്പോഴും കണ്ടു, 2-3 പ്രാവശ്യം കാണാൻ പറ്റി. നമ്മൾ പല പ്രാവശ്യം ഇപ്പോഴും എന്നോട് ഷെബീനെ കളിയാക്കൂട്ടെ. എന്താ വെച്ചാൽ പ്രാവശ്യം ഞാൻ തിരത്തില്ല പഴിയാതോട് സുരേഷ് ഗോപിയുടെ ഷേപ്പിലുള്ള ഒരാളെ ഷെബി നിർത്തണം സുരേഷ് ഗോപി നോക്കിയാണ്ടത് ഇപ്പോഴും ഇറങ്ങിപ്പോയി. ഷോബി അല്ല ഞാൻ ചമ്മിട്ട് പോകുന്നു. അപ്പൊ ഇപ്പോഴും തിരുവമ്പാടിനോടൊപ്പം ഷെബി സുരേഷ് ഗോപിയാണോ നിൽക്കണമെന്ന് നോക്കി നേരിട്ട് കണ്ടു. ഇനി ആഗ്രഹം കുറവൊന്നുമില്ല, കാണാനൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. കണ്ടോത്തേക്കുന്നു സിനിമ നടന്നുള്ള നിനക്കിട്ടാ. വേറൊന്നും ചിന്തിക്കണ്ട. സിനിമ നടന്മാരോടുള്ള ഒരു ആരാധന നമ്മൾ കുട്ടിക്കാലം തൊട്ട് വന്ന് കണ്ട് അങ്ങനെ നമ്മളിതേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഒരു പിറന്നാളിന് പോകാനായിട്ട് അതിന് പോകണം. അപ്പം ഞാൻ ഈ ഡ്രസ്സ് മതിയൊന്നും വയ്ക്കണായിട്ട് നമുക്ക് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചുരിദാറിടണ ചുരിദാറുണ്ട്. അതുപോലെ ഇത് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിള്ളേർ ചുരിദാർ ഇടാൻ പറയുന്നുണ്ട്. പുതിയതവിടെ ഇരുന്നോട്ടല്ലേ, ഇതെന്തായാലും ഇട്ടതല്ലേ, ഇട്ട് പോയിട്ട് എന്തായാലും കുന്തകുളത്തേക്ക് പോകുമ്പോ അതിട്ടുണ്ടേ വേണ്ടേ. ആഹാ എന്നാലും കുഴപ്പമില്ല. സെറ്റ് കൊണ്ട് ഒരു 3-4 എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ എനിക്ക് കസവുള്ളത് ഇഷ്ടമില്ല, ഇങ്ങനത്തെ കരയുള്ളതൊക്കെ ഇഷ്ടമായത്. അമ്മയുടെ അടുത്തുണ്ടാവും ചിലപ്പോ. അമ്മയുടെ അടുത്ത് പോയി കുറച്ച് ഇരുന്നിട്ട് അമ്മ വല്ല സെറ്റ് ചെല്ലി ചോദിച്ചിട്ട് ഞാൻ പോയി ഓടിപ്പിക്കാൻ മതി. ചുമ്മാ കേട്ടാ നമ്മളെല്ലാം ഉണ്ടാവും. പക്ഷെ അമ്മ കൊടുക്കണമെന്നില്ല, അമ്മയും കെട്ട പോകണം, അമ്മ കൊടുക്കണമെന്നില്ല. അമ്മ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അമ്മയുടെ സെറ്റ് ഇവിടെ എനിക്ക് പറ്റില്ല. അമ്മയുടെ ചെറുതാവും, സ്മോളാവും. എനിക്ക് എക്സ്ട്രാ ലെങ്ത് വേണം. എനിക്ക് എൻ്റെ ഈ തടിയിൽ ഒതുങ്ങണ്ടേ. അങ്ങനെ ഞാൻ അത് പെരുന്നാളിന് പോയിട്ട് വരാം. ഓക്കെ പോയി പറഞ്ഞ കുറച്ച് ചെറിയ പണിയാണ്. അപ്പൊ ഞാനും വരാം ദൂരം.
അത് തുണി സെറ്റ് ആവുന്നുണ്ട്. ഞാൻ എടുത്തേക്കാൻ വേണ്ടി 2 700 പോയൊക്കെ ആയിരുന്നു. ചാവക്കാട് വരില്ല പണ്ടോ. പോവാ, അതല്ലത്. വൈകിട്ട് ആക്കണ്ട, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വേണ്ടിയില്ലേ പിള്ളേർക്ക്. അങ്ങനെ ഈ ചുരിദാറാട്ടോ ഞാൻ റിലയൻസ് എടുത്തത്. അടിപൊളിയല്ലേ? ഇത് നമ്മൾ ചാവക്കാട് റിലയൻസ് എടുത്തേട്ടാ. നമുക്ക് അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയൊക്കെ ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. 700 രൂപ 750 രൂപ മെറ്റീരിയൽ വരലോട്ടെ. ഞാൻ 2-3 എടുത്ത് മാറ്റിയേക്കാൻ അല്ല, പരമാവധി നമ്മളിപ്പോ അത് നല്ലൊരു അവര് നല്ല തുണി തരുന്നോണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണു. അത് സൂപ്പറാണ്. മെറ്റീരിയൽ ഞാൻ കുറെ ആഗ്രഹിച്ചുള്ള ഒരു മെറ്റീരിയൽ. ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങളിത് എവിടുന്ന് എടുത്താനേട്ടാ? ജയലക്ഷ്മിന്ന് എടുത്ത്. അപ്പൊ അതിനിടെ പറയും നിനക്ക് അങ്ങനത്തെ കിട്ടണില്ലല്ലോ, അങ്ങനത്തെ കിട്ടും. ശരീരത്തിൽ ഇങ്ങനെ നല്ല തടിയുള്ളവർക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കണതാണ്. കണ്ടിട്ടിരിക്കുന്നുണ്ടോ? കണ്ടിട്ടിരിക്കുന്നു. ഞാന് ചിന്തിക്കുക എന്താ എന്റെ ഭാര്യയുടെ ഭംഗി പിറ്റിക്കൊന്ന് കിട്ടാഞ്ഞെന്ന്. അതാണ് സമാധാനിച്ചു. അപ്പൊ അല്ല, അതും കാര്യമാണ്. എന്റെ അച്ഛന്റെ ഭംഗി ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് സമാധാനം. അല്ല, വേറെ കാര്യം അച്ഛനൊക്കെ പറയണെങ്കിലും അച്ഛന് അവളുടെ സൗന്ദര്യത്തിലൊരു 10 സഹകാരമൊക്കെ ഉണ്ട്. എന്റെ മോൾക്ക് എന്റെ സൗന്ദര്യം കെട്ടിക്കണ്. അവൾക്ക് എന്ത് ഡ്രസ് ഇട്ടാലും ഭയങ്കര കെട്ടപ്പോ മറ്റുള്ളവർക്ക് കെട്ടപ്പില്ലാത്തല്ല കേട്ടാ. 4 ആൾക്കും 4 ഭംഗിയാണ്. 4 ഒരേപോലെ. ഇപ്പൊ നമ്മളല്ല ഒരേ ഷേപ്പ് ഒരേപോലെ അങ്ങനെയല്ല വരില്ലേ. ഇപ്പൊ പൊന്നൊരു വേറൊരു ഞങ്ങളുടെ മക്കൾ മറ്റെല്ലാവർക്കും അല്ലെ, എനിക്ക് ഞങ്ങളുടെ മക്കളില് പൊന്നിന് വേറൊരു ഭംഗി, കുഞ്ഞിന് വേറൊരു ഭംഗി, കുണിക്കുമ്പോൾക്ക് വേറൊരു ഭംഗി, കുണിക്കിന് വേറൊരു ഭംഗി. അപ്പൊ ഞങ്ങളുടെ മക്കളായിരുന്നു. കാർത്തുമ്മയ്ക്ക് വേറൊരു ഭംഗി, ഷെബിക്ക് വേറൊരു സൗന്ദര്യം, അച്ഛന് വേറൊരു ഭംഗി. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. പലർക്കും പല സൗന്ദര്യം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം ഇഷ്ടമുള്ള. അപ്പൊ ഇവിടൊക്കെ ഭയങ്കര രസം. ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് അങ്ങനെ ഈ ലുക്ക് സെറ്റ് മുണ്ട് കൊടുത്താൽ സെറ്റ് മുണ്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് മുണ്ട് ഞാൻ എന്റെ കൈ കിട്ടും. നാളെ ഇങ്ങനെ മുഞ്ഞ് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കഴുകണ ചോദിച്ചില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞത് കൈ കിട്ടുമെന്ന്. അച്ഛനെ കഴുകി ഞാൻ കൈ കിട്ടു, അച്ഛൻ ഒരു കിട്ടുന്നു. അല്ല, അത് പിന്നെ അങ്ങനെ ഇട്ടാ പിന്നെ എടുക്കാനും പറ്റില്ല. ഇതാണ്ട് തേക്കാൻ കൊടുത്ത പിന്നെ വേണമെങ്കിൽ ഇത്ര 15 ഉറുപ്പിക. പിന്നെ 5 മണിക്ക് അതിന് അങ്ങോട്ട് പോണ്ടേ? 5 മണിക്ക് റിലയൻസിൽ പോയിട്ട് 5 മണി ആവണം. 2 മണി ആയിട്ടുള്ളൂ. അല്ല, 1:15 ആയിട്ടുള്ളൂ.